പേളി മാണി ശരിക്കും വൈറലായി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പേളി മാണിയുടെ ഇത്രയും ഒരു കോൺട്രിവേഴ്സറി അല്ലെങ്കിൽ ഇത്രയും വിവാദപരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പേളി മാണിയെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പേളി മാണിയുടെ ഷോയ്ക്ക്, പേളി മാണി എന്ന് പറയുന്ന ഷോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂ ആണ്. ഒറ്റയടി ഞാൻ കാണിക്കാം. ഈ സൈഡിൽ പേളി മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, കറണ്ട് സ്റ്റേജ്, അതായത് 3.5-4 ലക്ഷം പേര് കണ്ടുകൊണ്ടിരുന്ന പേളി മാണിയുടെ ഗ്രാഫ് നമ്മൾ വാച്ച് ചെയ്യുന്ന വാച്ചേഴ്സ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഒറ്റയടിക്ക് അങ്ങ് ഇടിഞ്ഞ് തരിപ്പടമാക്കിപ്പോയി. ഇങ്ങനെ തരിപ്പടമാക്കി കളഞ്ഞു. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയേണ്ടത്. കറക്റ്റല്ലേ? ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്ത കാര്യം, ആ സമരം ചെയ്ത കാര്യം വളരെ വിശദീകരിച്ച് ഒരു പോസ്റ്റ് എഴുതി. ആ പോസ്റ്റിൽ പുള്ളിക്കാരി അഹിംസയെ പിന്തുണയ്ക്കുന്നെന്നും നല്ലതാണെന്നും അതിനെതിരായി ചിലർ കടുത്ത വിമർശനവും വ്യക്തിപരമായ ആക്രമണവും നടത്തിയെന്നും പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരി അവിടെ പ്രതികരിച്ചതിനെതിരെ ഒരുപാട് പേര് തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ അഭിപ്രായം ബഹുമാനത്തോടും പ്രത്യാശയോടും പങ്കുവെച്ചതാണ്. അതായത് തൻ്റെ അഭിപ്രായം വളരെ നല്ല രീതിയിൽ നടത്തിയതാണ്. വിദ്യാർത്ഥികളും പോലീസുകാരുമായിട്ടുള്ള എല്ലാ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതുമാണ് അതിനകത്ത് കൂടുതൽ എഴുതിയേക്കുന്നത്. എന്തുകൊണ്ടൊരു വിവാദം? ചില പോസ്റ്റുകൾ സമാധാനത്തിന് ആഹ്വാനമായി കണ്ടു. മറ്റു ചിലർ സമരത്തിൽ വേണ്ട വിധത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സഫ്രോൺ എന്ന പരാമർശം ചിലർ രാഷ്ട്രീയ പ്രതീകാത്മകമായി സന്ദേശമായി വ്യാഖ്യാനിച്ചു. ഇനി നിങ്ങൾ ഈ പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് പേളി മാണി ചെയ്തേക്കുന്ന വീഡിയോകളിൽ പേളി മാണി ഒരുപാട് ന്യായീകരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ആ വീഡിയോ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം പേളി മാണി എന്താണ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം, നല്ലതാണ്. കാരണം ഈ വിവാദങ്ങൾ ഒരുപാട് ഇങ്ങനെ ദിവസം പ്രതി വരും. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ഞാൻ ഇതിൻ്റെ സമ്മറി, ഒന്നുമില്ല, ഇതിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആ വീഡിയോ ഞാനിവിടെ ഇട്ടേക്കാം. പീസ്ഫുൾ എക്സ്പ്രഷനിലാണ്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഞാൻ ഒരിക്കലും വയലൻസിൽ വിശ്വസിക്കുന്നില്ല. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മൂമെൻറ്റ്സ് നോട്ട് ഓൺലി ഫോർ ഹൂ ദേ ബിഗാൻ, വൈ ദേ ബിഗാൻ, ബട്ട് ഓൾസോ ഹൗ ദേ അൺഫോൾഡഡ്. ഹിസ്റ്ററി എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ. അപ്പോൾ ഈ വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്ന വിദ്യാർത്ഥികളെ ഗോ ബാക്ക് ഹോം, അതായത് വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗോ ബാക്ക് ഹോം എന്ന പ്രയോഗമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത്. ആ പോസ്റ്റിലുള്ളത് ഏറ്റവും കൂടുതൽ ആ പോസ്റ്റ് ഞാൻ സൈഡിൽ ഇട്ടേക്കാം. അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ ഉദ്ദേശിച്ച മാത്രമാണെന്നും അതിൽ വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണം കണ്ടതിലുള്ള ആശങ്കയിൽ നിന്നുണ്ടായതാണെന്നും അവരുടെ സുരക്ഷയെ കരുതി മാത്രമാണ് അങ്ങനെ പറഞ്ഞതെന്നും പുള്ളിക്കാരി ഇപ്പോൾ എഴുതിയേക്കുന്ന ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരി ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചത്, ആ പോസ്റ്റിലൂടെ താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. വൈകാരികമായി ഒരുപാട് പേരെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പ്രയോഗിച്ച് തെറ്റായി പോയിരുന്നു. ഈ സംഭവം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പേളി മാണി എന്ന് പറഞ്ഞ ഷോ, പേളി മാണിയുടെ ഷോ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. പേളി മാണിയുടെ ഷോയ്ക്ക് എത്ര ആളാണെന്നറിയാം കാണുന്നത്. നോക്കി, 12 ലക്ഷം പേരൊക്കെയാണ് ഒറ്റയടിക്ക് പേളി മാണി ഷോ കണ്ടേക്കുന്നത്. 12 ലക്ഷം പേര്. ഇപ്പോൾ പുള്ളിക്കാരി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ലോവാക്കിയ എന്ന് പറഞ്ഞ രാജ്യത്ത്. അവിടത്തിനുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. 3.5 ലക്ഷം ഇതൊക്കെയാണ് കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ അവർ ഭർത്താവും ചെയ്യുന്ന വീഡിയോസിനൊക്കെ 7 ലക്ഷം പേരൊക്കെയാണ് കണ്ടേക്കുന്നത്. എനിക്ക് അത്ര ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അതുപോലെ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അതിൽ മെയിൻ. എന്നാ പറയണ്ടേ, തമിഴ് നടന്മാർ, അങ്ങനെയുള്ള ആളുകൾ, മലയാളം നടന്മാർ. ഈ ഷോയ്ക്കൊക്കെ 10 ലക്ഷം പേരൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അത്ര പ്രഗത്ഭമായിട്ടുള്ള. ഇനി ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചേക്കുന്ന ഉണ്ടോ, ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത് വെറും 92,000 K ആണ്. അപ്പോൾ
എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള വിഷയം, വിദ്യാർത്ഥികൾ ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഉണ്ടായ ഒരു മരണം, ആ മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിക്കാരി ഒരു നല്ലൊരു പോസ്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം വരുമ്പോഴായിക എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് പേളിമാണി ഈ ഒരു പോസ്റ്റ് എഴുതി. ഞാൻ സിബി മലയിലിൻ്റെ കാര്യമാണ് കേട്ടെ. വിദ്യാർത്ഥികൾക്കുണ്ടായ ചൊടിപ്പ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ ദേഷ്യം അതാണ്. ഒരു സമരം, നീറ്റ് എക്സാം, നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമാണ് നീറ്റ് എക്സാം. ആ എക്സാം എപ്പോൾ നോക്കിയാലും എൻ്റെ ചോദ്യപേപ്പർ കംപ്ലീറ്റ് വലിയ വലിയ ടീമുകൾ ചോർത്തിയെടുത്ത് ഉത്തരേന്ത്യയിൽ വലിയ ലോബി പ്രവർത്തിച്ച് അവിടെയാണ് ഇതിൻ്റെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുകയും അത് കരിഞ്ചന്തയിൽ വിറ്റ് കോടികൾ ഉണ്ടാക്കി. അത് മാത്രമല്ല, കരിഞ്ചന്തയിൽ കിട്ടുന്ന ആൾ നീറ്റ് എക്സാമിൽ പരീക്ഷ എഴുതി ജയിക്കും. എഞ്ചിനീയർ ആയാലും മെഡിസിൻ ആയാലും ഏതും ആയിക്കോട്ടെ. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ റാങ്കോട് പാസ്സാവുകയും മുൻകൂട്ടി ചോദ്യപേപ്പർ നൽകി വിദ്യാർത്ഥികൾ ഒരുപാട് ആ ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിട്ട് എഴുതി റാങ്ക് ലിസ്റ്റിലേക്ക് വാങ്ങി വരികയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പഠിച്ച് എഴുതുന്ന കുട്ടികൾ അല്ലേ, അങ്ങനെ ഒരു കാറ്റഗറി കുട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും അധ്വാനിച്ച് പഠിച്ചാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളല്ല. അങ്ങനെയുള്ള കുട്ടികളെ കംപ്ലീറ്റ് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പിൻവാതിൽ നിയമത്തിൻ്റെ വേറൊരു വകുപ്പാണ്. ഈ ഉത്തരക്കടലാസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ചോദ്യക്കടലാസ് കംപ്ലീറ്റ് ലീക്കായി കരിഞ്ചന്തി വിറ്റ് അവർക്ക് വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ വലിയ വലിയ പണച്ചാക്കുകൾക്കും വിറ്റ് അവരുടെ മക്കൾ മാത്രം നീറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാമുകൾ ഏതും ആയിക്കോട്ടെ, ഡോക്ടർ എക്സാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി ഡൽഹിയിൽ നടന്ന വലിയ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡൽഹിയിലെ ഏറ്റവും വലിയ സമരം, എവിടെയൊക്കെ സമരങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് ശരിക്കും ഈ സമരം ജെൻസി കുട്ടികളുടെ സമരം എന്ന് വേണം പറയാം. ജെൻസി അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ജെൻസി എന്നാണ് അവരെ സാധാരണയായിട്ട് എല്ലാവരും വിളിക്കപ്പെടുന്നത്. ആ കുട്ടികളുടെ സമരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പോലും വൈകിയാണ് തിരിച്ചറിഞ്ഞെങ്കിൽ പോലും ഈ സമരം അതിൻ്റെ വിജയം പൂർണ്ണതയിൽ എത്തിയതെന്ന് പറഞ്ഞ ആ മന്ത്രി രാജിവെച്ച് മാറിയപ്പോഴാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിലെ രാജിവെച്ച് മാറിയപ്പോഴാണ് വിദ്യാർത്ഥികളുടെ അവർ സമരം നിർത്തിയത് തന്നെ. വിദ്യാർത്ഥി പ്രക്ഷോഭം കൊണ്ട് നമ്മുടെ അടുത്തുള്ള ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്ത് വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുകയുണ്ടായി. ആ വലിയ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ ലഹളകളുണ്ടായി. അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു നേതാവിനെ ഇന്ത്യ ആണ് പോലും വെടിവെച്ച് കൊല്ലുന്നെന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഉണ്ടായി. അവിടെ ബംഗ്ലാദേശ് കംപ്ലീറ്റ് കത്തിച്ച് ഒരു ചാമ്പലാക്കി അവിടുത്തെ എന്നാ പറയണ്ടേ പ്രസിഡന്റിനെ വരെ, പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെ വരെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴും നമ്മുടെ ഇവിടെ ഒരാൾ ഒളിവ് ഇരിപ്പുണ്ട്. ധാരാളം നിങ്ങൾക്കറിയാം. ആ ഒരാൾ ഇന്ത്യയിൽ വന്ന് അഭയം തേടി അവിടുത്തെ ആൾ. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. ഈ ജെൻസി കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ. ജെൻസി കുട്ടികൾ വിചാരിച്ചാൽ ഭരണത്തെ മാറ്റാൻ പറ്റുമെന്ന് ഇപ്പം വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. ഈ സമരം അല്ലെങ്കിൽ ഈ അഹിംസ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം അവിടെ ജനതാമന്ദിരോ അല്ലെങ്കിൽ ഡൽഹിയിലെ നമ്മുടെ നിയമ നിർമ്മാണ സഭയുടെ അടുത്തോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അടുത്തോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലത്തു നിന്ന് വിദ്യാർത്ഥികൾ അങ്ങ് ഒഴുകുമായിരുന്നു അല്ലേ. നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേഴ്സ് കംപ്ലീറ്റ് ഡൽഹിയിലേക്ക് ഒഴുകി. ലാസ്റ്റ് പ്രതിപക്ഷം വൈകിയാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എല്ലാവരും ഏറ്റെടുത്തു. അപ്പോൾ ആ സമരത്തിനെതിരെ ഈ പേളിമാണി ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റാണ് അട്ടർ വൈറലായി പോയത്. കീറി ഒട്ടിച്ച് കളഞ്ഞില്ലേ പിള്ളേര്. പുള്ളിക്കാരിയുടെ വീഡിയോ ഇപ്പോൾ ഒറ്റയടിക്ക് ഡൗൺ ആയിപ്പോയി. 97,000 പേര് മാത്രമായി കാണുന്നത്. 3.5 ലക്ഷം പേര് കണ്ട ഒരു ചാനല്. പേളിമാണിയുടെ ഷോയ്ക്ക് 10 ലക്ഷം മിനിമം ഒരു 1 മില്യൺ വ്യൂ ഒക്കെ വരുന്ന 10 ലക്ഷം 1 മില്യൺ വ്യൂ ഒക്കെ വരുന്ന വീഡിയോ. ആ വീഡിയോയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത് വെറും 97,000 പേരാണ് വാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശതമാന കണക്ക് പറയുകയാണെങ്കിൽ ഈ 2.5 ലക്ഷത്തോളം യുവാക്കളായിരിക്കണം പേളിമാണിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്, അതിൻ്റെ സ്വയം പ്രേക്ഷകർ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും പേളിമാണിയെ ഉപേക്ഷിച്ചു പോയി. പേളിമാണിയുടെ ഈ ഒറ്റ പോസ്റ്റ് കാരണം പുള്ളി ഉദ്ദേശിച്ചത് ഒരു രക്തചിന്തൽ അവിടെ ഉണ്ടാവണ്ട, വിദ്യാർത്ഥികൾ മരിച്ചു വീഴേണ്ട, പോലീസുകാർ മരിച്ചു വീഴേണ്ട, ഇങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പേളിമാണി പോസ്റ്റ് ചെയ്തെങ്കിൽ പോലും
അതിനെ നെഗറ്റീവ് ഓളികൾ, നെഗറ്റീവ് അടിക്കുന്ന, നെഗറ്റീവ് എന്താ പറയുക, നെഗറ്റീവ് ഇറ്റ് കച്ചവടമാക്കുന്ന യൂട്യൂബർമാർ അത് കൊലവിളിച്ച് കൈ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവായിട്ടാണ് ആ പോസ്റ്റിനെ എടുക്കുകയും ആളുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തത്. കാരണം ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ അത്രമാത്രം വളർന്നു പന്തലിച്ചു. ഈ ഏറ്റവും വലിയ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയി മാറി. അപ്പോൾ പേളിമാണിക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് മുക്കാതെ അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, പോസ്റ്റ് മുക്കി. എങ്കിൽ പോലും അത് സ്ക്രീൻഷോട്ട് എടുത്തും വീഡിയോ എടുത്തും മറ്റുള്ളവർ വീഡിയോ ചെയ്ത് കഴിഞ്ഞു, വധിച്ച് കളഞ്ഞു. ഇപ്പോൾ ആ ചാനലിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ പുള്ളിക്കാരി ഇടുന്ന വീഡിയോ സ്ലോവാക്കിയയിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വീഡിയോ ഒരെണ്ണം പോലും ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കയറുന്നേയില്ല, 97,000-ൽ നിൽക്കുകയാണ്. ശരിക്കും 3.5 ലക്ഷം പേര് സ്ലോവാക്കിയയിൽ പോയപ്പം ഒരു മിനിമം സബ്സ്ക്രൈബറായിട്ട് അല്ല കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നു. 29 ലാക്കാണ്. ആലോചിച്ച് നോക്കണം, 3 മില്യൺ അടുത്ത് സബ്സ്ക്രൈബറുള്ള വലിയ ചാനലിൻ്റെ ഒരു പതനം എന്ന് പറഞ്ഞാൽ ഈ മല്ലു ട്രാവലിനെ പറ്റിയവരായിപ്പോയി. മല്ലു ട്രാവൽ ഇതുപോലെ ഭയങ്കര ഹൈപ്പ് നിന്നിട്ട് ഒറ്റയടിക്ക് ഡൗൺ ആയിപ്പോയി. അപ്പം ശരിക്കും ഒരു വരുമാനത്തെയാണ് ബാധിച്ചേക്കുന്നത്. ഇപ്പോൾ പേളിമാണി അദ്ദേഹത്തിൻ്റെ വരുമാനം ഒറ്റയടിക്ക് ഇല്ലാണ്ടായിപ്പോയി. ഈ പല ക്ഷമ വീഡിയോസും പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും പേളിമാണിക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു പെൺകുട്ടി എന്നായിക്കോട്ടെ, ഒരു പെൺകുട്ടി എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ കീറി വധിച്ചു കളഞ്ഞു. ഞാനിപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഇത് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. വലിയ സംഭവമൊന്നുമില്ല എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ഫീലിംഗ് ഇവരുടെ വാക്കുകൾ കൊണ്ടുണ്ടായി. ആർക്കും ഒരു തെറ്റ് പറ്റുമെന്നേ, അതങ്ങ് ക്ഷമിച്ച് കളയുന്നേ. ഒരു പേളിമാണിയെ പോലെ ഒരാൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ അവരത് അപ്പോളജി അല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞു. അവരതിനകത്ത് വലിയ തെറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളുടെ സുരക്ഷയെ സംബന്ധിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.